ചർച്ചയായ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ചർച്ചയായ ചില വാർത്തകളിലേക്ക് പോകണം. എഴുതി കുടുങ്ങി സഖാവ് ഇ.പി. വോട്ടെടുപ്പ് ദിനത്തിൽ എൽ.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കി ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം. പാർട്ടി നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതാണ് ആത്മകഥയിൽ എന്ന തരത്തിൽ പുറത്തുവന്ന ഉള്ളടക്കം. പുസ്തകവും ഉള്ളടക്കവും ഇ.പി. ജയരാജൻ നിഷേധിച്ചതോടെ പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റിയെന്ന് വിശദീകരിച്ച് DC ബുക്സ് പ്രകാശനം മാറ്റിവെച്ചു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥയാണിത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കവർ ചിത്രവും ഉള്ളടക്കത്തിന്റെ സൂചനയും DC ബുക്സ് ഇന്നലെ തന്നെ പുറത്തുവിട്ടു. പിന്നാലെ പുസ്തകത്തിന്റെ പൂർണ്ണമായ PDF കോപ്പിയും മാധ്യമങ്ങളുടെ കയ്യിലെത്തി. പാർട്ടി നേതൃത്വത്തെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിമർശിക്കുന്നതാണ് പുറത്തുവന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ പൊതുജനത്തിനുണ്ട്. ഒന്നാം സർക്കാരിനേക്കാൾ മന്ത്രിമാർ ദുർബലരാണ്. പാർട്ടി തന്നോട് നീതി കാട്ടിയിട്ടില്ലെന്ന് പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് മുമ്പായി പാർട്ടി തന്നെ കേട്ടില്ല. കേന്ദ്ര കമ്മിറ്റിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റാനുള്ള തീരുമാനമെടുത്തു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലുണ്ടായത് അനാവശ്യ വിവാദമെന്ന് ഇ.പി. വിശദീകരിക്കുന്നു. കോൺഗ്രസ് CPI നേതാക്കളെയും ജാവ്ദേക്കർ കണ്ടെങ്കിലും താൻ മാത്രം വിവാദത്തിൽപ്പെട്ടു. പാർട്ടിയെ അറിയിക്കാനുള്ള പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് ഇ.പി. ജയരാജന്റെ വിശദീകരണം. ഇ.പി. വിവാദത്തിൽ കുടുങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ, വൈദേകം വിവാദങ്ങളിലും പുസ്തകത്തിൽ വിശദീകരണമുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി ദിനപത്രം 2 കോടി വാങ്ങിയത് പാർട്ടിയുടെ അറിവോടെയാണ്. വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്ന് പരസ്യം സ്വീകരിച്ചതും പാർട്ടി അനുമതി വാങ്ങിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ദേശാഭിമാനി കെട്ടിടം വിൽക്കാനുണ്ടായ തീരുമാനവും പാർട്ടി അറിഞ്ഞാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ഈ പുസ്തകവും ഉള്ളടക്കവും ഇ.പി. ജയരാജൻ നിഷേധിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ DC ബുക്സും മുൻ നിലപാടിൽ നിന്ന് മാറി. പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റി പ്രകാശനം മാറ്റിവെച്ചതായി DC ബുക്സിന്റെ അറിയിപ്പ്. വോട്ടെടുപ്പ് ദിവസം ഈ വിവാദമുയർന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇ.പി. ജയരാജന്റെ ആരോപണം. DC ബുക്സിനെ പുസ്തകം തയ്യാറാക്കാൻ നിയോഗിച്ചിട്ടില്ലെന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന ആത്മകഥയിൽ നിന്ന് DC ബുക്സ് പിന്മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം ഇത് 2ാം തവണയാണ് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം CPM-നെ കുഴയ്ക്കുന്നത്. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തോന്നിയാസ വാർത്തയുണ്ടാക്കി പാർട്ടിയുടെ മേൽ കെട്ടിവെക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. വിഷയത്തിൽ ഇ.പി. ജയരാജൻ തന്നെ വ്യക്തത വരുത്തിയതിനാൽ ഇക്കാര്യം പാർട്ടി വിശ്വസിക്കുന്നു, നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നും ഇ.പി. പ്രതികരിച്ചിട്ടുണ്ട്. ഇടതനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ പതിവാണെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആത്മഹത്യയെക്കുറിച്ച് ഇ.പി. അറിയില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കെ. സുധാകരന്റെ പ്രതികരണം. KPC അധ്യക്ഷൻ സുധാകരന്റെ പ്രതികരണം അത് കളവാണ്. DC ബുക്സിനെ അവിശ്വസിക്കേണ്ടതില്ല. ഇ.പി. BJP-യിലേക്ക് പോകാനാണ് സാധ്യതയെന്നും കെ. സുധാകരൻ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എന്റെ സമ്മതത്തോടെയല്ല, ഞാൻ അറിയില്ല. അതൊരു ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. ഈ ബുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ
പ്രമുഖമായ ഒരു പ്രിന്റിംഗ് ഡി സി ബുക്ക്, വളരെ വിശ്വസ്തമായ ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൻ്റെ അകത്തൊന്നും ഇങ്ങനെ അനാവശ്യമായ അപഖ്യാതികളോ അപവാദങ്ങളോ പ്രചരിപ്പിക്കുന്ന ഒരു അതിൻ്റെ പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. വളരെ മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് അവരെ അവിശ്വസിക്കാൻ കേരളത്തിലെ അവരെ അറിയുന്ന ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. CPM സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്നതിന്റെ തെളിവാണ് EP-യുടെ വെളിപ്പെടുത്തലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നും പറഞ്ഞു വെക്കുകയാണ് EP-യും പിണറായിയും കുടുംബവും CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. EP ഒരു തരത്തിലും ഭയപ്പെടേണ്ടെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ജാവദേക്കറിനെ കണ്ടിട്ടും EP-യെ മാത്രം എന്തിന് പുറത്താക്കിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ 5 മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ് പിണറായി വിജയനും CPM-ഉം കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതം ആ പാർട്ടിക്കകത്തും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഉണ്ടാവും. ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാരെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞു എന്നാണ് EP ജയരാജൻ എഴുതിയിരിക്കുന്നത്. എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു കള്ളം എഴുതാൻ സാധ്യതയില്ല. അപ്പോ എന്തിനാണ് EP ജയരാജനെ മാത്രം പുറത്താക്കുന്നത്? സംരക്ഷണം കൊടുക്കുന്നല്ല. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 52 വെട്ടിന്റെ പാർട്ടിയാണല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ 52 വെട്ടാണല്ലോ. ആ 52 വെട്ടിനെ EP ഭയപ്പെടേണ്ടതില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 52 വെട്ടുമായിട്ട് ചന്ദ്രശേഖരനെ പോലെ കൈകാര്യം ചെയ്യാൻ EP ജയരാജനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ വരികൾക്കിടയിലൂടെ വായിക്കണം. അല്ല, EP ജയരാജൻ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാപരമാണല്ലോ. EP ജയരാജൻ പുസ്തകത്തിലെ വിമർശനത്തിൽ പ്രതികരിച്ച് P. സരിൻ. EP ജയരാജൻ പച്ചയായ മനുഷ്യനാണ്. ചർച്ചയാക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാം. പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ തന്നെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നും ഡോക്ടർ P. സരിൻ പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തിയല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ, ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. EP നിഷേധിക്കുകയും DC ബുക്സ് പിന്മാറുകയും ചെയ്തതോടെ ഈ വിവാദം എങ്ങനെയുണ്ടായി എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ച. സജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഇങ്ങനെയൊരു പുസ്തകമുണ്ട് എന്ന കാര്യം DSC സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് പ്രശ്നം. അതിന് EP എഴുതി കൊടുക്കാത്തതാണോ, EP എഴുതി കൊടുത്ത ഭാഗം പുറത്തു വന്നതാണോ, പ്രിന്റിംഗ് വേളയിൽ എപ്പോഴെങ്കിലും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് ഒന്ന് വിലയിരുത്താൻ സാധിക്കുക. EP നേരത്തെയും പല വിഷയങ്ങളിലും ഇങ്ങനെ പറഞ്ഞു കുടുങ്ങിയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ പല വിശദീകരണങ്ങളും നമുക്ക് വ്യക്തമായി പല കാര്യങ്ങളും നൽകിയിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ ഇൻഡിഗോ വിഷയം പോലും. അത്തരത്തിൽ പാർട്ടിയെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണോ EP വീണ്ടും? രഞ്ജിത്ത്, അത് തന്നെയാണ്. മലക്കം പറഞ്ഞത് EP-യോ അതോ DC ബുക്സോ? അതാണ് ഉയരുന്ന ഒരു ചോദ്യം. അതിലൊരു വ്യക്തത പൂർണ്ണമായി വന്നിട്ടുമില്ല. കാരണം DC ബുക്സിനെ പോലെ ഒരു സ്ഥാപനം സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് ഒരു കരാറിൽ ഏർപ്പെടണം. സാധാരണ രീതിയിൽ അത് ഉണ്ടാവുന്നതുമാണ്. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അതുണ്ടായില്ല? ഇനി അതല്ല, കരാർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് DC ബുക്സ് അത് ഓൺ ചെയ്യുന്നില്ല? കാരണം ഈ വിവാദത്തിൽ DC ബുക്സ് വിമർശനം നേരിടുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല? അവർ പിന്നോട്ട് പോയോ? അങ്ങനെയെങ്കിൽ സംഭവിച്ചത് ഈ EP ജയരാജൻ ഉന്നയിക്കുന്നത് പോലെ ഒരു വലിയ ഗൂഢാലോചനയാണോ? ആ ഗൂഢാലോചനയിൽ പങ്കാളികളത് ആയത് ആര്? DC ബുക്സിന് ഇതിൻ്റെ അകത്തെ പങ്കെന്ത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് EP ജയരാജനും DC ബുക്സുമാണ്. എന്തായാലും രണ്ട് ഭാഗവും ഇതിൽ നിന്ന് പിന്നോട്ട് പോയി. പക്ഷേ ചോദ്യം ഇപ്പോഴുമുണ്ട്, എങ്ങനെ ഈ വിവാദം ഉയർന്നു എന്ന ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഈ വിവാദം കൃത്യമായി മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് EP ജയരാജന്റെ വാദമുണ്ട്. പക്ഷേ ആ വാദം എത്ര കണ്ട് ശക്തമായി അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ്. കാരണം ഇന്നലെ വൈകിട്ട് തന്നെ DC ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെന്നും അത് ഉടൻ പുറത്തു വരുമെന്നും അതിൽ ചില നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ട് എന്ന കാര്യം അവർ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടൊന്നും EP ജയരാജൻ ആ നിലപാടെടുത്തില്ല. ഇന്ന് മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ മാത്രമാണ് അത് നിഷേധിച്ച് EP ജയരാജൻ രംഗത്ത് വരുന്നത്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അതായത്
ഇന്നത്തെ ദിവസം ചില വെളിപ്പെടുത്തലുകൾ ഈ പുസ്തകം പുറത്തുവിടുകയോ അതല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വരുമോ എന്ന ബോധപൂർവമായ ഗൂഢാലോചന ഏതെങ്കിലും മേഖലയിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഉണ്ടാവുന്നുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇവിടെ അത് ഉണ്ടായില്ല എന്ന ചോദ്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുന്നത് ഈ പുസ്തക പ്രസാധന രംഗത്തെ മത്സരമാണ്. കാരണം DC ബുക്സിനൊപ്പം തന്നെ മാതൃഭൂമി ബുക്സും ഈ പുസ്തകം EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. EP ജയരാജനാവട്ടെ ആദ്യവട്ട ചർച്ചകൾ DC ബുക്സുമായി പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ പ്രസിദ്ധീകരണത്തിന് അന്തിമ അനുമതി നൽകിയോ കരാറിൽ ഏർപ്പെടുകയോ ചെയ്തില്ല. പക്ഷേ ഇതിനിടയിൽ മാതൃഭൂമിയും സമാനമായ നീക്കം നടത്തി. ഒടുവിൽ പുസ്തകം തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയിൽ DC ബുക്സ് ഒരു പരിധി കടന്ന് നീക്കം നടത്തി എന്ന ഒരു രീതിയിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചില വിശദീകരണം നൽകുന്നുണ്ട്. നമുക്കത് പൂർണ്ണമായി വിശ്വാസമെടുക്കാൻ കഴിയില്ല. പക്ഷേ ചില നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അഭ്യൂഹങ്ങളും ആശങ്കകളും വ്യക്തമാവാത്ത ചില സാഹചര്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ ഇങ്ങനെ ഒരു നീക്കം എങ്ങനെ സംഭവിച്ചു? ഒരു കരാർ ഉണ്ടാകാതെ എങ്ങനെ പ്രസിദ്ധീകരണത്തിന് നീക്കുന്ന DC ബുക്സ് പോയി എന്നതാണ്. DC ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. രവി DC കേരളത്തിലില്ല, അദ്ദേഹം ദുബായിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് തീർച്ചയായും DC ബുക്സ് തന്നെ ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഈ ഇപ്പോൾ സംഭവിച്ച ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവെച്ച സംഭവം എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും അതാണ് വ്യക്തത വരാത്ത വിവാദമായി വീണ്ടും ഒരു EP വിവാദം വന്നിരിക്കുന്നു. CPM-നെ എന്തായാലും ഇത് ആശയക്കുഴപ്പത്തിലാക്കി, പ്രതിസന്ധിയിലാക്കി, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാദ്യമായല്ല ഒരു തെരഞ്ഞെടുപ്പ് ദിവസം EP പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്.